കേരളത്തെ അതിദരിദ്രമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ LDF ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനിൽ തന്നെയുണ്ട് സർക്കാരിന്റെ വാദങ്ങൾ പൊളിച്ചെടുക്കുന്ന നേർസാക്ഷ്യങ്ങൾ. നഗരസഭ അതിദരിദ്രമുക്തരായി പ്രഖ്യാപിച്ച 438 കുടുംബങ്ങളുടെ അവസ്ഥ ഇന്നും ദയനീയമാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത മനുഷ്യരെ മുഴുപട്ടിണിയിലേക്ക് തള്ളിവിടുകയാണ് സർക്കാർ എന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് ഈ കാഴ്ചകൾ. അതിദരിദ്രമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വലയുന്ന ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായില്ലാത്ത തലചായ്ക്കാൻ ഇടമില്ലാത്ത ജനവിഭാഗത്തെ സർക്കാർ മറച്ചുവെക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണ ലഭ്യത, ആരോഗ്യം, വരുമാനം എന്നിവ ഉറപ്പാക്കിയാണ് അതിദരിദ്ര വിമുക്ത സംസ്ഥാനമെന്ന് പ്രഖ്യാപിക്കുന്നതെന്ന് അവകാശപ്പെടുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് കാണിച്ചു തരുന്ന എത്രയോ ദയനീയ മുഖങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇടത് സർക്കാർ ഭരണത്തിലുള്ള കൊച്ചി കോർപ്പറേഷനിലെ 438 കുടുംബങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അതിദരിദ്രർ അല്ലാതെ മാറിയപ്പോൾ അത് കണ്ണിൽ പൊടിയിടാനുള്ള കണക്കുകളിൽ മാത്രമാണെന്ന് ഈ കാഴ്ചകൾ വ്യക്തമാക്കുന്നു. മട്ടാഞ്ചേരി അമരാവതിയിലെ മാണിക്യരാമനും ഇവരുടെ മക്കളായ ഗീതയും ശാന്തിയും കഴിയുന്ന ജീവിത ചുറ്റുപാടാണിത്. ഒരു തുണ്ട് ഭൂമി പോലുമില്ലാത്ത ഇവർ ശോചനീയമായ ഒരിടത്ത് വാടകയ്ക്കാണ്. സർക്കാരിന്റെ പട്ടികയിൽ അതിദരിദ്രർ അല്ലാതാകുന്നതോടെ ലഭിച്ചിരുന്ന ചെറിയ ആനുകൂല്യങ്ങൾ പോലും ഇനി കിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോ കഴിവില്ലാത്ത ആൾക്കാരാണ്. ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഇപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനും ഒരാളും രണ്ടുപേര് കിടപ്പാണ്. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് അത്ര ഇത് എങ്ങനെ ജീവിക്കുന്ന അവരെ എന്തെങ്കിലും ഞങ്ങൾക്ക് സഹായിക്കണം. സഹായിക്കാത്ത ഞങ്ങൾ ഇവിടെ പോകും. എനിക്ക് സുഖമില്ല, ഇങ്ങനെ കിടപ്പാണ്. ഞാൻ കുറച്ച് നടക്കണുണ്ട്. ഞാൻ പണിക്ക് പോകാൻ നിൽക്കണാണ്. ഇത് ഒന്നും ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത്തിരി വീട്ടിലാണ് കിടക്കണത്. അതിപ്പോ ഇത്തിരി കൊള്ളായി ഞാൻ ഇവിടെ കിടക്കണം. പക്ഷേ എന്തായാലും ഇവിടെ കിടക്കണുണ്ട്. അത് കൊണ്ടുവന്നാൽ ഇത്തിരി തിന്നുന്നുണ്ട്. ഞാൻ പോയി ഒന്നും ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പെട്ടിയിലാക്കാനുള്ള കൺകെട്ട് വിദ്യകൾ പലതും സർക്കാർ പയറ്റുമ്പോൾ ബലിയാടാകുന്നത് ഇവരെല്ലാമാണ്. അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് അവകാശപ്പെടുന്ന സർക്കാർ ഇതുപോലെയുള്ള കാഴ്ചകൾ കൂടി കാണണം. തീരെ ശോചനീയമായ അവസ്ഥയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ഇതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരെങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരു സുപ്രഭാതത്തിൽ അതിദരിദ്രർ അല്ലാതായി മാറുന്നതോടെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നവർ ഇനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും? ഇതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.